ഒരു നിമിഷം കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ നട്ടെല്ലായ പതിനായിരക്കണക്കിന് ആശാപ്രവർത്തകർ കഴിഞ്ഞ കുറെ വർഷങ്ങളായി അനുഭവിച്ചിരുന്ന വലിയൊരു അനീതിക്ക് ഒടുവിൽ അന്ത്യം കുറിക്കപ്പെട്ടിരിക്കുന്നു. ആ അനീതിയുടെ കെട്ടുകൾ അഴിച്ചതാരാണെന്നോ, ആ കരിനിയമങ്ങൾ കീറിയെറിഞ്ഞതാരാണെന്നോ, അതെ, ആ വലിയ മാറ്റത്തിന്റെ വാർത്ത ഒടുവിൽ ഔദ്യോഗികമായി പുറത്തു വന്നിരിക്കുന്നു. ഒരു കാലത്ത് ഇവരുടെ കഷ്ടപ്പാടിന്റെ വില വെട്ടിച്ചുരുക്കിയ പാവപ്പെട്ട തൊഴിലാളികളെ നിബന്ധനകളുടെ ചെങ്ങലയിൽ ബന്ധിച്ച ആ 10 കരിനിയമങ്ങൾ ഒടുവിൽ ചവറ്റുകുട്ടയിലായി. മുൻ പിണറായി വിജയൻ സർക്കാർ ആശാവർക്കർമാരുടെ വയറ്റത്തടിക്കാൻ കൊണ്ടുവന്ന ആ 10 മാനദണ്ഡങ്ങളുടെ പേപ്പറും കീറിയെറിഞ്ഞ് ചരിത്രപരമായ പ്രഖ്യാപനവുമായി UDF സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശന്റെ ശക്തമായ പിന്തുണയോടെ ആരോഗ്യമന്ത്രി മുരളീധരൻ ആർജവത്തോടെ എടുത്ത തീരുമാനത്തിൽ കേരളമാകെ ഇപ്പോൾ അതിശയിച്ചു നിൽക്കുകയാണ്. തൊഴിലാളികളുടെ കണ്ണീരൊപ്പാൻ കപട പുരോഗമനമല്ല, മറിച്ച് ഇച്ഛാശക്തിയുള്ള ഭരണമാണ് ആവശ്യമെന്ന് UDF സർക്കാർ ഈ നടപടിയിലൂടെ അടിവരയിടുന്നു. ഓർക്കുക, 2018 തൊഴിലാളി വർഗത്തിന്റെ സ്വന്തമെന്ന് അവകാശപ്പെട്ട മുൻ LDF സർക്കാർ ആ ദ്രോഹ നടപടി സ്വീകരിച്ചത്. ആശാവർക്കർമാരുടെ ഓണറേറിയം പകുതിയായി വെട്ടിച്ചുരുക്കാൻ യാതൊരു മനസാക്ഷിയുമില്ലാതെ അവർ അടിച്ചേൽപ്പിച്ചത് 10 കഠിനമായ നിബന്ധനകളായിരുന്നു. 2025 ഫെബ്രുവരിയിൽ തലസ്ഥാന നഗരിയെ വിറപ്പിച്ചുകൊണ്ട് ആശാവർക്കർമാർ രാപ്പകൽ സമരം നടത്തിയപ്പോഴും വാഗ്ദാനങ്ങൾ നൽകി അവരെ വഞ്ചിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത്. സമരം ഒത്തുതീർപ്പാക്കാൻ നൽകിയ ഉറപ്പുകൾ ലംഘിച്ച് ഇൻസെന്റീവ് മാനദണ്ഡങ്ങളുടെ രൂപത്തിൽ അതേ ചതി വീണ്ടും നടപ്പിലാക്കി. എന്നാൽ ആ കപട നാടകങ്ങൾക്കെല്ലാം ഇപ്പോൾ UDF സർക്കാർ അന്ത്യം കുറിച്ചിരിക്കുന്നു. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നിവേദനം കൈപ്പറ്റിയ നിമിഷം മുതൽ ആരോഗ്യമന്ത്രി മുരളീധരൻ കാണിച്ച ആർജവം സമാനതകളില്ലാത്തതാണ്. ചുവപ്പ് നാടുകൾ പൂർണ്ണമായും ഒഴിവാക്കി ആ 10 മാനദണ്ഡങ്ങളും റദ്ദാക്കിക്കൊണ്ട് അദ്ദേഹം പുറപ്പെടുവിച്ച ഉത്തരവ് മുൻ ഗവൺമെന്റിന്റെ എല്ലാ അനീതികളും തിരുത്തിക്കുറിച്ച ഒന്നായി മാറി. ഇതോടെ കേരളത്തിൽ ജോലി ചെയ്യുന്ന ഏതൊരു ആശാവർക്കർക്കും ഇനി യാതൊരു നിബന്ധനകളും ഇല്ലാതെ പ്രതിമാസം 12,000 രൂപ അക്കൗണ്ടിലെത്തും. നൽകിയ വാക്ക് അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് തൊഴിലാളികളുടെ കൂടെയാണെന്ന് VD സതീശനും മുരളീധരനും ചേർന്ന് തെളിയിക്കുമ്പോൾ വികസനവും ക്ഷേമവും വെറും വാക്കുകളിൽ ഒതുക്കിയ ഇടതുഭരണം വരും തലമുറയ്ക്കുള്ള ഒരു പാഠമായി മാറുകയാണ്. പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പിയ ഈ ജനകീയ ഭരണത്തിന് കേരളമാകെ കൈയടിക്കുന്നുണ്ട്.